കെ.സി. വേണുഗോപാലിനും ദീപാദാസ് മുൻഷിക്കുമെതിരെ തൃശൂരിലെ UDF കൗൺസിലർ ലാലി ജെയിംസ്. വാർഡുകളെക്കുറിച്ചോ പ്രയത്നിച്ചവരെക്കുറിച്ചോ ഇവർക്ക് അറിയില്ലെന്നും തുറന്നടിച്ച് ലാലി. കഷ്ടപ്പെട്ടവരെക്കുറിച്ച് അറിയാതെ പോകുന്നത് ദുഃഖകരമെന്നും ലാലിയുടെ പ്രതികരണം. അതേസമയം മുതിർന്ന നേതാവ് തേരമ്പിൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ലാലിയെ അനുനിയമിക്കാൻ നീക്കങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, UDFന്റെ വിജയത്തിന് പിന്നാലെ പല രീതിയിലും പടലപ്പിണക്കങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ ലാലിയുടെ പ്രതികരണം എങ്ങനെയാണ്? ലാലിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും ഏത് തരത്തിലാണ്? തീർച്ചയായിട്ടും തൃശ്ശൂരില് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നും വിജയം നേടിയെങ്കിൽ ആ വിജയത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസത്തിന്റെ ഒരു തമ്മിൽ വടംവലിയായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രൂപ്പിസത്തിൽ തട്ടി ആരെ മേയറാക്കണമെന്നൊരു കാര്യത്തിൽ പോലും കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ ആദ്യഘട്ടത്തില് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇതിൽ ലാലി ജെയിംസ് ആണ് ഇപ്പോൾ വളരെ ഇടഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മേയറെ പ്രഖ്യാപിക്കുന്നു, അതിന് തൊട്ടു പിന്നാലെ ലാലി എതിർസ്വരം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരികയായിരുന്നു. ഇപ്പോൾ അവർ ഉയർത്തിയിരിക്കുന്ന പ്രധാന ആരോപണം കെ.സി. വേണുഗോപാലും അതേപോലെ തന്നെ ദീപാദാസ് മുൻഷിയുമാണ് തന്നെ മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനായിട്ട്, അല്ലെ മേയറായിട്ട് പരിഗണിച്ചിരുന്ന തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടപെട്ടത് കെ.സി. വേണുഗോപാലും അതേപോലെ തന്നെ ദീപാദാസ് മുൻഷിയാണെന്നുള്ളൊരു കടുത്തൊരു വിമർശനമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. താഴെത്തട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ ജോലി ചെയ്തവരെ, പണിയെടുത്തവരെ പാർട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്ന് അടക്കമുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണം ഈ വിപ്പ് ഇതുവരെ ലാലി വാങ്ങിയിട്ടില്ല. അതായത് വോട്ട് ചെയ്യുന്നതിനുള്ള വിപ്പ് അടക്കം വാങ്ങിക്കാതെ ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ കൗൺസിലർമാരും വിപ്പ് കൈപ്പറ്റിയിരുന്നു. എന്നാൽ ലാലി ഇതുവരെ അത് കൈപ്പറ്റാനായിട്ട് തയ്യാറായിട്ടില്ല. മറ്റൊരു പ്രധാന കാരണം തേരമ്പിൽ രാമകൃഷ്ണൻ പോലുള്ള മുതിർന്ന നേതാക്കളെ ഇടപെട്ടുകൊണ്ട് ലാലിനെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ PCC ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനുള്ള സാധ്യതയും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പാർട്ടിക്കെതിരെ രംഗത്ത് വന്നത് കടുത്ത അച്ചടക്ക ലംഘനമാണെന്നാണ് DCC പ്രസിഡന്റ് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. KP. വിജയത്തിന് പിന്നാലെ തൃശൂരിൽ UDFനുള്ളിൽ പടലപ്പിണക്കങ്ങൾ വലിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക്, പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ലാലി വിയോജിപ്പ് രേഖപ്പെടുത്തി തേരമ്പിൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അനുനയ നീക്കങ്ങളും തുടരുകയാണ്.